നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള തന്റെ ആദ്യ ജമ്മു കശ്മീർ സന്ദർശനം അടയാളപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മു കശ്മീരിലെത്തി. സന്ദർശന വേളയിൽ ഉദ്ധംപൂർ ബനിഹാൽ റെയിൽവേ പദ്ധതികളിലെ ഒരു പ്രധാന നാഴികക്കല്ലായ ചെനാബ് നദിക്ക് കുറുകെയുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇത് മേഖലയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി മെച്ചപ്പെടുത്തും. തുടർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേറ്റ് റെയിൽവേ പാലമായ അംചി പാലവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ജമ്മു കശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് അംചി പാലം. ഇത് മേഖലയിലുടനീളമുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കും. ഈ ചരിത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ കാശ്മീർ താഴ്വരയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക മാത്രമല്ല, മേഖലയിലെ വ്യാപാരം, ടൂറിസം, വ്യാവസായിക വികസനം എന്നിവയിൽ വളർച്ചയ്ക്ക് കാരണമാകും. പിന്നീട് ജമ്മു കാശ്മീരിൽ 46,000 കോടി രൂപയുടെ പദ്ധതിക്കും പ്രധാനമന്ത്രി മോദി തുടക്കം കുറിച്ചു. ജമ്മു ശ്രീനഗർ യാത്രാ സമയം വെറും 24 മണിക്കൂറായി കുറയ്ക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. 272 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ മധ്യഭാഗമായ ചെനാബ് റെയിൽ പാലമാണ് പ്രധാനമന്ത്രി ഇന്ന് തുറന്നുകൊടുത്തത്. 3 പതിറ്റാണ്ടിലേറെ നിർമ്മാണത്തിലിരുന്ന ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കാണ് പ്രധാനമന്ത്രി തുറന്നത്. ചെനാബ് റെയിൽ പാലവും ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേറ്റ് റെയിൽ പാലമായ അംചി ഘാട്ട് പാലവും ഇതിന്റെ ഭാഗമാണ്. ഹിമാലയൻ മേഖലയിലെ തീവ്രമായ ഭൂമിശാസ്ത്രവും അസ്ഥിരമായ സാഹചര്യങ്ങളും കാരണം പൂർത്തീകരിക്കാൻ ഏറെ വെല്ലുവിളികൾ നേരിട്ട എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 2 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി ബാരാമുള്ളയ്ക്കും ഖത്രയ്ക്കും ഇടയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജൂൺ 7 മുതൽ ആഴ്ചയിൽ 6 ദിവസവും ഈ സർവീസുകൾ ലഭ്യമാകും. റിയാസി ജില്ലയിലെ കൗരി, ബക്കൽ എന്നീ വിദൂര ഗ്രാമങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് പാലം ചെനാബ് നദിക്ക് 359 മീറ്റർ മുകളിലായി ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരത്തിൽ 1315 മീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. മണിക്കൂറിൽ 260 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനെയും ഭൂകമ്പ പ്രവർത്തനങ്ങളെയും അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പാലത്തിന് 120 വർഷത്തെ ആയുസ്സും 1486 കോടി രൂപ ചെലവുമാണ് പ്രതീക്ഷിക്കുന്നത്. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതി 1994 അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ കാലത്താണ് ആദ്യമായി അംഗീകരിച്ചത്. 2002 അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കീഴിലാണ് യഥാർത്ഥ നിർമ്മാണം ആരംഭിച്ചത്. അന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി പ്രാഥമിക ഫണ്ടുകൾ അനുവദിച്ചിരുന്നു. പദ്ധതിയുടെ പുരോഗതിക്ക് പലപ്പോഴും തടസ്സങ്ങൾ നേരിട്ടു. ആകെ 272 കിലോമീറ്ററിൽ 209 കിലോമീറ്ററും 4 ഘട്ടങ്ങളിലായാണ് കമ്മീഷൻ ചെയ്തത്. സംഗൽ ദാൻ മുതൽ റിയാസി വരെയുള്ള അവസാനത്തെ നിർണായകമായ 46 കിലോമീറ്റർ ദൂരം 2024 ഡിസംബറിൽ പൂർത്തിയാക്കി. ഇതിൽ വിപുലമായ തുരങ്ക നിർമ്മാണവും പാല നിർമ്മാണവും ഉൾപ്പെടുന്നു. കാശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളും ബന്ധിപ്പിക്കുന്ന പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കും ഇടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ്. 1400 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 272 കിലോമീറ്റർ നീളമുള്ള ഉദ്ധംപൂർ കാത്ര ഖാസിഗുണ്ട് വഴി ജമ്മുവിനെ ബാരാമുള്ളയും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന പാലം കാശ്മീർ റെയിൽ പദ്ധതിയുടെ ഭാഗമാണ്. കാത്രയ്ക്കും ബനിഹാലിനും ഇടയിലെ 111 കിലോമീറ്ററെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണി. ശ്രീനഗർ ജമ്മു റൂട്ടിലൂടെയുള്ള സഞ്ചാര സമയം 7 മണിക്കൂറായി കുറയും. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമാണ് ചെനാബ് പാലം. കമാനത്തിന് 467 മീറ്റർ നീളം. നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. നദിയിൽ നിന്നുള്ള ഉയരം പരിഗണിച്ചാൽ പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരമുണ്ട്. ആകെ നീളം 1315 മീറ്ററാണ്. പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ വികസന ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ചാർത്തിയിരിക്കുകയാണ് രാജ്യം. ഈ വിസ്മയ നിർമ്മിതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ച് പാലമാണ്. ഇതിന്റെ ഉയരം നദിയിൽ നിന്ന് 359 മീറ്റർ, ഈഫൽ ടവറിനേക്കാൾ 324 മീറ്റർ, അതായത് 35 മീറ്റർ അധികം ഉയരം, നീളം 1100 മീറ്റർ, ചെലവ് 1486 കോടി രൂപയാണ്. ആർച്ചിന്റെ ഭാരം 13,000 മെട്രിക് ടൺ. മണിക്കൂറിൽ 260 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനെ പ്രതിരോധിക്കും. ഭൂകമ്പത്തെ ചെറുക്കും. ഭീകരാക്രമണത്തെ ചെറുക്കുവാൻ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട്. പാലത്തിന്റെ പ്രധാന ഭാഗം 467 മീറ്ററുള്ള കമാനമാണ്. 17 സ്പാനുകളുണ്ട്. പാലത്തിന് 120 വർഷത്തെ ആയുസ്സാണ്. തീവണ്ടികൾക്ക് 100 കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാം. ഈ ചെനാബ് റെയിൽവേ പാലം നിർമ്മിക്കുവാനായി ഇന്ത്യൻ സ്ഥാപനങ്ങളും കമ്പനികളും എങ്ങനെ സഹകരിച്ചുവെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് റെയിൽവേ പാലം നിരവധി ഇന്ത്യൻ സ്ഥാപനങ്ങളെയും കമ്പനികളെയും സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്. ഫൗണ്ടേഷൻ പ്രൊട്ടക്ഷനിൽ പ്രവർത്തിച്ച ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ചരിവ് സ്ഥിരത വിശകലനം നടത്തിയ IIT ഡൽഹിയുടെയും പിന്തുണയോടെ VSL ഇന്ത്യയെയും അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചറിനെയും രൂപകൽപ്പന നിർമ്മാണവും ഏൽപ്പിച്ചു.
കൂടാതെ പാലം സ്ഫോടന പ്രതിരോധ ശേഷിയുള്ളതാക്കി മാറ്റുന്നതിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് DRDO സംഭാവന നൽകി. ഫിൻലാൻഡിലെ WSP ഗ്രൂപ്പ് വയഡക്ടറും ഫൗണ്ടേഷനും രൂപകൽപ്പന ചെയ്തതും ജർമ്മനിയുടെ ലിയോൺ ഹാർഡ് ആൻഡ്ര ഐക്കോണിക് കമാനം രൂപകൽപ്പന ചെയ്തതും അന്താരാഷ്ട്ര സഹകരണവും ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഈ പദ്ധതി ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിനും ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് ആഗോള ആഭ്യന്തര വിഭവങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള കഴിവിനും ഒരു തെളിവായി നിലകൊള്ളുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.